എനിക്കിന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിന്ന് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. നല്ല കിടിലൻ ടേസ്റ്റുള്ള ഐറ്റമാണ് കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാട്ടോ. അതാ ഞാൻ 1 കിലോ ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, അതിൽ കുറച്ച് വിനാഗിരിയും കൂടെ കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുത്തത്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഗരം മസാല ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചോ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കോമൺ മസാലയാട്ടോ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഞാൻ കാസ്റ്റ് ആൻഡ് കടായിലാണ് കേട്ടോ ഫ്രൈ ആക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്. നല്ല അതിൻ്റെ ടെക്സ്ചറിനെ നോക്കി നോക്കുക കേട്ടോ. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതാ നമ്മൾ ആ സെയിം ഓയിലില്ലേ അതിൽ കുറച്ച് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് അധികം തന്നെ വെളുത്തുള്ളി, ഒരു 10-20 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള, അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, അതുപോലെ തന്നെ സോയ സോസ്, പിന്നെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് റെഡ് ചില്ലി സോസ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു 2-3 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ കമൻറ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ. ടേസ്റ്റിൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് വൈറ്റ് എള്ളുണ്ടായിരുന്നെ അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ബിരിയാണീൻ്റെ സൈഡായിട്ടൊക്കെ വെക്കാൻ പറ്റില്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.